തദ്ദേശ സ്ഥാപനങ്ങളിലെ വിധി അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 8 മണിക്ക് കൃത്യം വോട്ടെണ്ണൽ തുടങ്ങുകയായി. ആദ്യം അറിയാൻ പോകുന്നത് 6 കോർപ്പറേഷനുകളിലെയും 86 മുനിസിപ്പാലിറ്റികളിലെയും ഫലമായിരിക്കും. അതിന് ഇടയിൽ തന്നെ പഞ്ചായത്തുകളിലെ ഫലസൂചനകളും വന്നു തുടങ്ങും. എന്തായാലും 8 മണിക്ക് കൃത്യം വോട്ടെണ്ണൽ തുടങ്ങും. കേരളത്തിൽ ഏത് തരത്തിലുള്ള ട്രെൻഡാണ് രൂപപ്പെട്ടു വരിക എന്നുള്ള കാര്യം ഏകദേശം 8:15 മണിയോടുകൂടി അറിയാൻ കഴിയും. പിണറായി വിജയൻ സർക്കാരിന്റെ എതിരെയുള്ള ജനവിധിയാണോ വരാൻ പോകുന്നത്, അതോ മറിച്ചാണോ സർക്കാർ അനുകൂല ജനവിധിയാണോ എന്ന് പോലും ഈ ജനവിധിയിൽ അറിയാൻ കഴിയും. അതിന് കാരണം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നടന്ന രാഷ്ട്രീയ പോരാട്ടമാണ്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ കൃത്യമായ മേധാവിത്വം നേടിയ LDFന് ഇത്തവണ ആ നേട്ടം ആവർത്തിക്കാൻ കഴിയുമോ, അതോ UDFന് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ, BJP എന്തെല്ലാം നേട്ടമായിരിക്കും ഉണ്ടാക്കാൻ പോവുക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ. അതേസമയത്ത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അല്ലേ സൈദോ? സംസ്ഥാനത്ത് എക്കാലവും തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശ്രദ്ധേയമാണ്. പക്ഷേ മഞ്ജുഷ, നമുക്ക് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം പറയാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുപ്പിലാണ്. രാഷ്ട്രീയ പോരാട്ടം സംസ്ഥാനത്ത് പൊതുവിൽ എങ്ങനെ ചിന്തിച്ചു എന്ന് പറയാൻ പറ്റുക. ഏറ്റവും ശ്രദ്ധേയമാവുന്ന കോർപ്പറേഷനുകളിലെ പോരായിരിക്കും. ഒരു പക്ഷേ പ്രേക്ഷകർക്കും കാണാൻ താല്പര്യം ഉണ്ടാവുക അതാണ്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ട്, കൊച്ചി ഉണ്ട്, ഒപ്പം കണ്ണൂരുണ്ട്. ഇങ്ങനെ ചില കോർപ്പറേഷനുകൾ അങ്ങേറ്റം വലിയ കീ ഫാക്ടറായി. ഇത്തവണ തൃശ്ശൂരും വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചതോടുകൂടി അന്ന് 55 ഡിവിഷനുകളിൽ 35 ഡിവിഷനുകളിലും BJPക്കായിരുന്നു ലീഡ്. അതാണ് BJPയുടെ പ്രതീക്ഷ തൃശ്ശൂർ കോർപ്പറേഷനിൽ. പക്ഷേ LDF ഭരണം നിലനിർത്തിയത് കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രന്റെ പിൻബലത്തിലായിരുന്നു അല്ലേ. അത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് UDF കരുതുന്നു. കഴിഞ്ഞ തവണ തൃശ്ശൂർ കോർപ്പറേഷനിൽ തുല്യം സീറ്റുകളായിരുന്നു UDFനും LDFനും ഉണ്ടായിരുന്നത്. പക്ഷേ 5 വർഷം തന്ത്രപരമായ സമീപനത്തോടുകൂടി MK വർഗീസിനെ മുൻനിർത്തി ഭരണം തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് LDFന് കഴിഞ്ഞിരുന്നു. അവിടെയാണ് ഇത്തവണ ഒരു ത്രികോണ പോരാട്ടം. പക്ഷേ കേവലം 6 സീറ്റുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPക്ക് കിട്ടിയത്. പക്ഷേ സുരേഷ് ഗോപി ജയിച്ച സമയത്ത് 35 ഡിവിഷനുകളിൽ അഡ്വാൻറ്റേജ് കിട്ടി എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെയല്ല. അവിടെ LDFും BJPയും തമ്മിലുള്ള പോരാട്ടമാണ് അല്ലേ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്ക് നേട്ടം, ആര് പിടിച്ചു എന്നതിൽ വിലയിരുത്തുന്നതിൽ പഞ്ചായത്തുകളിൽ ആര് കൂടുതൽ പിടിച്ചു, ജില്ലാ പഞ്ചായത്തുകൾ ആര് കൂടുതൽ പിടിച്ചു എന്നതിനേക്കാൾ ഒരുപക്ഷെ കോർപ്പറേഷൻ, ഈ തന്ത്രപ്രധാന കോർപ്പറേഷനുകളിൽ ആര് ഭരണം പിടിച്ചു, ആര് നിലനിർത്തി എന്നത് കൂടി വലിയ കീ ഫാക്ടറാവും. അത് തർക്കമില്ല. തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. 101 ഡിവിഷനുകൾ, അതിൽ ഒരു ഡിവിഷനിൽ നടന്നില്ല, വോട്ടെടുപ്പ് നടന്നില്ല. പക്ഷേ എങ്കിലും ഈ 50 എന്നുള്ള 51 എന്നുള്ള മാർക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണം. പക്ഷേ അവിടെ കേവല ഭൂരിപക്ഷം ഒരു മുന്നണിക്കും കിട്ടില്ല എന്നാണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ, ഏറ്റവും കൂടുതൽ ഡിവിഷനുകൾ കിട്ടിയ മുന്നണിക്ക് ഭരിക്കാൻ കഴിയും എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ ഒരു പ്രതീക്ഷ. ഈ ഏറ്റവും ഒടുവിൽ കണക്കെടുപ്പുകൾക്ക് ശേഷം ഒരു കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തിരുവനന്തപുരം CPM ഭരിച്ചേക്കാം, പക്ഷേ അത് ഞങ്ങളില്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ല എന്നാണ് അവരുടെ കണക്കെടുപ്പ്. അതായത് കഴിഞ്ഞ തവണ വെറും 10 സീറ്റ് കിട്ടിയ UDFന് ഇത്തവണ 15 മുതൽ 20 സീറ്റുകൾ വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ഒരു മുന്നണിക്കും 50 സീറ്റുകളിലേക്ക് എത്താൻ കഴിയുകയില്ല. അവിടെ 35 മുതൽ 40 സീറ്റുകൾ വരെ BJPയും അതായത് NDAയും LDFും നേടും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും ഭരിക്കുക എന്നത് നിർണ്ണയിക്കുന്നത് ഈ പറയുന്ന 15-20 സീറ്റുകൾ കിട്ടിയ UDF ആയിരിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാവിന്റെ ആ വാക്കുകൾ. പക്ഷേ അത് ഏത് രീതിയിലുള്ള ഒരു സഖ്യ സാധ്യതകളാണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ എത്ര സീറ്റുകൾ NDAക്ക് കിട്ടും, BJP മുന്നണിക്ക് കിട്ടും എന്നതിനെ ആശ്രയിച്ചിരിക്കും. 50-ലേറെ സീറ്റുകൾ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ അത് രാജ്യത്തിന് തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും ഒരു കോർപ്പറേഷൻ BJP പിടിക്കുകയാണെങ്കിൽ. പക്ഷേ LDF പ്രതീക്ഷയിലാണ്. ആദ്യം അറിയാൻ കഴിയുന്നത് കോർപ്പറേഷനുകളിലെയും ആദ്യം മുനിസിപ്പാലിറ്റികളിലെ ഫലമായിരിക്കും അല്ലേ. കാരണം ഓരോ മുനിസിപ്പാലിറ്റിയിലുമാണ് വോട്ടെണ്ണൽ. ഒരു മുനിസിപ്പാലിറ്റിയിൽ ആ മുനിസിപ്പൽ പരിസരത്ത് തന്നെയുള്ള സ്ഥലത്തായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. അതിന് തന്നെ 87 മുനിസിപ്പാലിറ്റികളിൽ, അത് മട്ടന്നൂരിൽ വോട്ടെടുപ്പ് നടന്നില്ല, 86 മുനിസിപ്പാലിറ്റികളിലെയും ഫലം ആദ്യം വരും. അതിനിടയിൽ തന്നെ കോർപ്പറേഷനിൽ അത് കൂടുതൽ വാർഡുകൾ, ഡിവിഷനുകൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ കൊല്ലത്ത് 55 ഉള്ളൂ, തൃശ്ശൂരും 55 ഉള്ളൂ, കണ്ണൂരിലും 55 ഡിവിഷനുകളേ ഉള്ളൂ. അതുകൊണ്ട് ആ കോർപ്പറേഷനിലെ ഫലം ആദ്യം വരും. അത് തിരുവനന്തപുരത്ത് കൂടുതലാണ്, 101 വാർഡുകൾ ഉണ്ട്. 74 വാർഡുകൾ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ട്, 75 വാർഡുകൾ ഇവിടെയുണ്ട്, കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. അതും ഇതിനോടൊപ്പം തന്നെ വരും. എന്തായാലും കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ ഫലം ആദ്യ 2 മണിക്കൂറുകളിൽ തന്നെ കിട്ടുവാനുള്ള സാധ്യതയാണുള്ളത്. പിന്നെ മഞ്ജുഷ, നമുക്ക് ഈ
പോളിംഗ് ശതമാനം അവസാനം വന്നതിന് ശേഷമുള്ള ചില കണക്കുകളിൽ ഒന്ന് തെക്കൻ കേരളത്തിൻ്റെ പോളിംഗ് ശതമാനത്തിനെ കുതിച്ചു കയറുന്ന ഏകദേശം 5% ഡിഫറൻസ് ഉണ്ട് രണ്ടാം ഘട്ടത്തിൽ നടന്നത് വടക്കൻ കേരളത്തിൽ. അപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ മാറ്റം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കണക്കെടുപ്പുണ്ട്. അതെന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആ സംഭവിച്ചത് ഒരുപക്ഷെ വടക്കൻ കേരളം മറ്റൊരു രാഷ്ട്രീയം പറഞ്ഞോ എന്ന ചില സൂചനകൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് 2 ദിവസത്തെ ഇടവേളയിൽ നടന്ന ഈ വോട്ടെടുപ്പിൽ പെട്ടെന്ന് തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ തൃശ്ശൂർ മുതൽ വടക്കോട്ട് വരെ ഇങ്ങനെ പോളിംഗ് ശതമാനം കൂടി. പക്ഷേ സ്വാഭാവികമായിട്ടും വടക്കൻ കേരളത്തിൽ പൊതുവെ തെക്കൻ കേരളത്തിലേക്കാൾ പോളിംഗ് കൂടുതൽ നടക്കാറുള്ളതാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ. അതെ അതെ അതായത് സംസ്ഥാനത്ത് പൊതുവായി ഈ പോളിംഗിനെ ബാധിച്ച ചില ഫാക്ടറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ വിദേശ കുടിയേറ്റം പോലെയുള്ള ഫാക്ടറുകളുണ്ട്. പക്ഷേ എല്ലാവരും രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പൊതുവിൽ പറഞ്ഞത് ഒരു ഫാക്ടർ പൊതുവിൽ രാഷ്ട്രീയത്തോട് വിമുഖത കാട്ടുന്ന ഒരു തലമുറ വളർന്നു വരികയാണോ എന്ന ചില ഫാക്ടറുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ എന്ന് സംശയം പറയുന്നുണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് വടക്കൻ കേരളത്തിൽ ഉണ്ടായില്ല എന്നൊരു ചോദ്യമുണ്ട്. പഴയ ട്രെൻഡ് തന്നെയാണ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലുമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഓരോ ഡിവിഷനുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നഗരമേഖലയിലെ ഡിവിഷനുകളിൽ കോർപ്പറേഷൻ പരിധിയിലുള്ള നഗരമേഖലയിലെ ഡിവിഷനുകളിൽ പലയിടത്തും 45-46% പോളിംഗ് മാത്രമേ ഇത്തവണയും ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊച്ചിയിലും അങ്ങനെ തന്നെയാണ്. കോർപ്പറേഷനുകളിൽ പല ഡിവിഷനുകളിലും ഉണ്ടായിരിക്കുന്നത് പരമാവധി ഒരു 60-ന് കുറച്ച് മുകളിൽ പോളിംഗ് പോയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ വടക്കൻ കേരളത്തിൽ അങ്ങനെയല്ല ചിത്രം, അല്ലേ? അതാണ് സാഹചര്യം. ഇനി നമുക്ക് ഈ സാധ്യതകളിലേക്ക്. സംസ്ഥാനത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം ഇങ്ങനെയായാൽ എന്ത് സംഭവിക്കും? തിരിച്ചടികൾ ആർക്കൊക്കെ ഉണ്ടാവാം? അതുണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് വിശദമായ കാര്യം കൂടി പരിശോധിക്കാം. കിരൺ ബാബു കൂടി നമുക്കൊപ്പമുണ്ട്. കിരൺ, ഗുഡ് മോർണിംഗ് കിരൺ. നമുക്ക് വേഗത്തിൽ 8 മണി തൊട്ട് വേഗത്തിൽ പോകേണ്ടി വരും. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഇടവേളയിൽ നമുക്ക് സാധ്യതകളൊന്ന് പരിശോധിച്ച് പോകാം. കിരൺ, ഈ സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ ഒരു മുന്നേറ്റ സാധ്യത ഉണ്ടായാൽ അത് എങ്ങനെ പ്രതിഫലിക്കും? അതല്ല UDFന്റെ വമ്പൻ തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ടോ? അത് അങ്ങനെയെങ്കിൽ സംഭവിക്കും. ഇനി ഇത് രണ്ടിനും ഇടയിലൊരു സാഹചര്യം മുന്നിൽ കാണേണ്ടി വരില്ലേ? ഒപ്പം BJPയുടെ സാധ്യതകളും വേഗത്തിൽ എന്തായിരിക്കും സംഭവിക്കുക കിരൺ? സജിത്ത്, നമുക്ക് പ്രധാനമായും 5 സാധ്യതകളാണ് മുന്നിലുള്ളത്. അതിൽ ഏത് സാധ്യതയിലേക്കാണ് കറങ്ങി വന്ന് വീഴുന്നതെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ഒന്ന് എന്ന് പറയുന്നത് ഇടത് മുന്നേറ്റമാണ്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ജില്ലാ പഞ്ചായത്തുകൾ, സാധാരണ ഗ്രാമപഞ്ചായത്തുകളേക്കാൾ പൊളിറ്റിക്കലായി ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെയാണ് നമുക്ക് പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കാൻ കഴിയുക. അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ LDF ഉണ്ടാവുക. മറിച്ച് രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് UDFന് ആ മട്ടിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുക. കഴിഞ്ഞ തവണ UDF പാടെ അടിഞ്ഞു പോയതാണ്. അവിടെ നിന്ന് UDFന് 60-70% സീറ്റുകളിലേക്ക് വന്ന് മെജോറിറ്റി ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ UDF ഭരിക്കുന്ന ഒരു ഘട്ടം വരിക.